നിവിൻ പോളി അജു വർഗീസ് കോമ്പയിലുള്ള ഈ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമയാണല്ലോ സർവമായ അടിപൊളി സിനിമയാണ്. ആ ഫീൽ ഗുഡിൻ്റെ അങ്ങേയറ്റമാണ് സിനിമ. അതായത് നിവിൻ പോളി സാധാരണക്കാരുടെ ഇടയിൽ എങ്ങനെയായിരുന്നു നിവിൻ പോളി ഉണ്ടായിരുന്നത്, ആ ഒരു സ്പേസിലേക്ക് നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ രസകരമായ ഒരു കുടുംബ ബന്ധങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. തനി നാടൻ കഥാപാത്രമായിട്ട് നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സിനിമ എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് സിനിമയിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവുക എന്നുള്ളതാണ്. ഈ സിനിമ തുടക്കം മുതൽ നമുക്ക് നമ്മളെവിടെയൊക്കെ കണ്ടുമറന്ന കഥാപാത്രങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള കഥാപാത്രങ്ങൾ, അവിടുത്തെ ഒരു സുഖം വളരെ നാച്ചുറലായിട്ട് സ്ക്രീനിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സത്യനന്ദിക്കാട് സ്കൂളിൽ നിന്ന് വന്ന അഖിൽ സത്യൻ ശരിക്കും ഓരോ സിനിമ കഴിയും തോറും നമുക്ക് ആ ഫീൽ ഗുഡിൻ്റെ ആ ഒരു സുഖം നമുക്ക് ഓരോ സിനിമയിലും കൂടിക്കൂടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ആണെങ്കിലും കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നിവിൻ അജു വർഗീസ് കോംബോ. അവർ ഇത്രയും സിനിമകൾ വന്നിട്ടും അതിനൊന്നും റിപ്പീറ്റ് ആവാതെ പുതിയൊരു അപ്രോച്ചാണ് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിൽ കാണാൻ പറ്റിയത്. പിന്നെ സിനിമക്കകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ട്, നമ്മൾ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നത്. അങ്ങനെയുള്ള ചില റിലേഷൻസ് വരുന്നുണ്ട്. അതും പിന്നെ ഒരു പാസ്റ്റ് പറയുമ്പോൾ ഇമോഷണൽ രംഗങ്ങളൊക്കെ നിവിൻ പോളിയുടെ കംപ്ലീറ്റ് ഡൊമിനൻറ്റ് പെർഫോമൻസ് ആണ്. വളരെ രസകരമായിട്ട് സിനിമ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. മ്യൂസിക്കലി ഇതുവരെ അടിപൊളിയാണ്. ഇനി ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ്. അവർ റിവ്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊന്നും നോക്കണ്ട, തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഫാമിലിക്ക് അടിപൊളിയായിട്ട് കണ്ടിരിക്കാവുന്ന, ഫാമിലി മൊമെൻറ്റ്സിനൊക്കെ വാല്യൂ കൊടുക്കുന്ന, ബഹളമോ കുത്തോ വെട്ടോ ഒന്നുമില്ലാത്ത ഒരു ഫീൽ ഗുഡ് നാടൻ പടമാണ്. അടിപൊളിയായിട്ടുണ്ട് നിവിൻ പോളി. നമ്മൾ എങ്ങനെയാണോ നിവിൻ പോളിയെ സാധാരണക്കാർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നിവിൻ പോളിയുടെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. മലയാള സിനിമ കുറച്ച് നാളുകളായിട്ട് നിവിൻ പോളി നടൻ മലയാള സിനിമകളിൽ നിന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയം നല്ലൊരു എൻ്റർടൈനർ, പണി അറിയാവുന്ന സ്കില്ലുള്ള ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിവിൻ പോളി നടനം എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് സത്യനന്ദിക്കാരൻ്റെ മകൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു 100% ഫാമിലി എൻ്റർടൈനർ, നല്ലൊരു കുടുംബചിത്രം. പണ്ടത്തൊക്കെ സത്യനന്ദിക്കാട് ഒരുപാട് നല്ല കുടുംബചിത്രങ്ങൾ മലയാളത്തിൽ സംവിധായകനാണ്. അത്തരത്തിൽ നല്ലൊരു കുടുംബചിത്രം അദ്ദേഹത്തിൻ്റെ മകൻ നിവിൻ പോളി എന്ന് പറഞ്ഞ വെച്ച് മലയാളത്തിൽ തന്നിരിക്കുകയാണ്. നിവിൻ പോളിയെ തിരിച്ചു വന്നതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം പണ്ടത്തെ മാനരസം ആൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അജു വർഗീസിന് നിവിൻ പോളി കൂട്ടുകിട്ട് തിരിച്ച് നമുക്ക് നല്ല ഫ്രഷ് കോമഡി പോലെ ഫീൽ ചെയ്യും. നല്ല വിഷ്വൽ ക്വാളിറ്റി, ഗംഭീര പടം. നിവിൻ പോളി ഈസ് ബാക്ക്.